ആകാശ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം. ഹൃദയഭേദകമായ കാഴ്ചകൾ താങ്ങാനാകാതെ എല്ലാവരും വിറങ്ങലിച്ചു നിൽക്കുന്ന മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞുപോയത്. അപകടത്തിൽപ്പെട്ട ഈ വിമാനം അതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അത് അറിയുന്നതിനായിട്ടുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഗുജറാത്ത് ATS നടത്തിയ പരിശോധനയിൽ വിമാനത്തിന്റെ DVR കണ്ടെത്തി. മൃതദേഹം തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന തുടരുകയാണ്. DNA പരിശോധന വേണ്ടാത്ത 5 മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ചികിത്സയിൽ കഴിയുന്ന 12 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ദുരന്ത സ്ഥലത്തെത്തി ആഘാതം നേരിട്ട് കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി ആശ്വസിപ്പിച്ചു. ഉള്ളിലയ്ക്കുന്ന കാഴ്ചയെന്നാണ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. നോബിൾ മാരിക്കാരൻ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലുണ്ട്. ഒപ്പം അപകടം നടന്ന ക്രാഷ് സൈറ്റിൽ ആദിൽ പാലോടുമുണ്ട്. ഒപ്പം ദില്ലിയിൽ നിന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങളുമായി PR സുനിലും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഞാൻ അപകട സ്ഥലത്തേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ് ആദിൽ പാലോട്. ഇന്നലെ ഈ അപകട സ്ഥലത്ത് മുഴുവൻ മൃതദേഹം ചിതറിത്തെറിച്ച് കിടക്കുന്ന കാഴ്ചയായിരുന്നു. തീ അണഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ വൈകുന്നേരം ഈ സമയമാകുമ്പോൾ. ഇന്നിപ്പോൾ പിറ്റേന്ന് നമ്മൾ ആ സ്ഥലത്തെത്തി നിൽക്കുമ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചോ? ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നതിനായിട്ടുള്ള കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പതിഞ്ഞ അവസാന സംഭാഷണം എന്തെന്നറിയുന്നതിനായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പും നീളുകയാണ്. തെരച്ചിൽ എങ്ങനെ പോകുന്നു അതിൽ? NDRF സംഘത്തിന്റെ തെരച്ചിൽ തുടരുകയാണ് സുജിയ. വളരെ പ്രധാനപ്പെട്ട സങ്കടകരമായ സാഹചര്യമാണ് ഞാനിപ്പോൾ മേഘാനി നഗറിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടാലറിയാം ഈ ഭാഗത്തേക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം. അവിടെയാണ് ആ കെട്ടിടത്തിലാണ്, ഹോസ്റ്റൽ കെട്ടിടമായിരുന്നു. ആ കെട്ടിടത്തിലാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ഭാഗത്തേക്ക് എത്തുകയാണ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അഹമ്മദാബാദ് കമ്മീഷണർ അടക്കം ഇവിടേക്ക് എത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സുജയ, ഇപ്പോഴും തെരച്ചിൽ ഇതിനുള്ളിൽ തുടരുകയാണ്. NDRF സംഘങ്ങൾ 6 സംഘങ്ങൾ, 100-ലേറെ സംഘ അംഗങ്ങൾ ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. ഇനിയും നിരവധി വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള വിവരത്തിനായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ചില ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് കൂനകളായി തന്നെ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും മാറിയിട്ടുണ്ട്. അതൊക്കെ ഓരോ ഭാഗവും മാറ്റി അതിനുള്ളിൽ എന്തെങ്കിലും ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ തുടരുന്നു. ഒപ്പം ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന NIA സ്ഥലത്തെത്തി പരിശോധിച്ചിരുന്നു. DGCAയുടെ പരിശോധന, അങ്ങനെ വിവിധ സംഘങ്ങളുടെ പരിശോധനയും തെരച്ചിലും ഇപ്പോഴും ഈ സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം അത് സൂം ചെയ്ത് കാണിച്ചാൽ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ഹോസ്റ്റൽ കെട്ടിടം. ഈ JB ആശുപത്രി, മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഹോസ്റ്റൽ കെട്ടിടമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് മുകളിലേക്കാണ് ഈ വിമാനം, ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം വന്ന് പതിച്ചത്. അതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിലും ആ വിമാനത്തിന്റെ ഒരു ഭാഗം പതിച്ചിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നവർ നിരവധി പേർ, എത്ര പേരാണ് മരിച്ചത് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അധികൃതർ വ്യക്തമാക്കുന്നത്. എത്ര പേർ മരിച്ചു എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമില്ല. 300ഓളം പേർ മരിച്ചു എന്ന് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിലും സ്ഥിരീകരിച്ചൊരു വിവരം ലഭ്യമായിട്ടില്ല. 25-ലധികം മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു സാധ്യത മാത്രമാണുള്ളത്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ആംബുലൻസിൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ഇടയ്ക്കിടെ കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും തെരച്ചിൽ BJ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ നിലവിലത്തെ സാഹചര്യമാണ് ആദിൽ പാലോട് പ്രേക്ഷകരെ കാട്ടിത്തരുന്നത്. ഇന്നലെ ഇവിടെയൊക്കെ ആ തീ പടർന്നതിന്റെ, കത്തി അമർന്ന വിമാനാവശിഷ്ടങ്ങളടക്കം ചിതറിക്കിടക്കുന്നതിന്റെ കാഴ്ചകളായിരുന്നു. തൊട്ടപ്പുറത്താണ് അപകടമുണ്ടായ ഹോസ്റ്റൽ കെട്ടിടം നിൽക്കുന്നത്. ഇപ്പോൾ കാണാം. ആദിൽ പാലോട്, നമ്മൾ പൂർണ്ണമായും ഈ ദൃശ്യങ്ങളിൽ തന്നെ നിൽക്കുകയാണ്. അതിൽ നിന്ന് തുടരാം. ഉറപ്പായും ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സാധനങ്ങൾ എടുക്കാനായി നേരത്തെ അനുമതി നൽകിയിരുന്നു. അതിനായി എത്തിയവരും ഒപ്പം ഈ കൊല്ലപ്പെട്ടിട്ടുണ്ടോ, മരിച്ചിട്ടുണ്ടോ, അതോ ജീവനോടെയുണ്ടോ എന്നറിയാത്ത ആളുകളുടെ, കാണാതായ ആളുകളുടെ ബന്ധുക്കളൊക്കെയാണ് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്. അവർക്കിപ്പോഴും അറിയില്ല തങ്ങളുടെ ബന്ധുക്കൾ അകത്തുണ്ടോ, പുറത്താണോ, ജീവനോടെയുണ്ടോ, ആശുപത്രിയിലാണോ. പലരെയും തിരിച്ചറിയാനാകാത്ത വിധം പൊള്ളലേറ്റാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. മോർച്ചറിയിലേക്കും പോസ്റ്റ്മോർട്ടത്തിനുമായി മാറ്റിയിട്ടുള്ളത്. മാത്രമല്ല DNA പരിശോധന ഫലം പൂർണ്ണമായി വന്നാൽ മാത്രമേ ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത് എന്ന സ്ഥിരീകരണം ഇനിയും ലഭ്യമാവുകയുള്ളൂ. ഒരാൾ ഒഴികെ എല്ലാ യാത്രക്കാരും വിമാനത്തിലുണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ആരെയൊക്കെയാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്, ആരുടെയൊക്കെ മൃതദേഹമാണ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന, സങ്കടകരമായ ഇവിടുത്തെ സാഹചര്യം. എത്ര വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികളാണ്
കൊല്ലപ്പെട്ടത് ഇതിന്റെ തൊട്ടടുത്ത കെട്ടിടത്തിലുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെ എത്ര ഡോക്ടർമാർക്ക്, ജീവനക്കാർക്ക്, അവരുടെ ബന്ധുക്കൾക്ക്, കുടുംബത്തിന് എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. അതിൽ പാലോട് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത് BJ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്നാണ്. അവിടെയുള്ള ഹോസ്റ്റലിലാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇനിയിപ്പോൾ അവിടെ നിന്ന് കാണാതായ കുട്ടികൾ പലരും ഈ വിമാനം പതിക്കുന്ന ശബ്ദം കേട്ട് ജനലിലൂടെയൊക്കെ പുറത്തേക്ക് ചാടിയെന്ന് പരിക്കുകളോടെ ആശുപത്രിയിലുള്ള ചിലരുടെ മാതാപിതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ DNA പരിശോധന പൂർത്തിയായാൽ മാത്രമേ ശരീരഭാഗങ്ങളായി ചിന്നിച്ചിതറിയ രീതിയിലൊക്കെ കിട്ടിയ ശരീരഭാഗങ്ങളാണ്, അവയൊക്കെ കൃത്യമായി ആരുടേതാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.